ഓരോ ജീവനും വിലപ്പെട്ടത്. കേരളത്തിലെ ആദ്യ AI ഹൃദയ പരിശോധന ക്യാമ്പ് ഹൃദയതാളം പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി CPR പരിശീലനം സംഘടിപ്പിച്ചു. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ഹൃദയതാളം പദ്ധതിയുടെ ഭാഗമായി ആര്യമ്പാടം സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് CPR പരിശീലനം സംഘടിപ്പിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഹൃദയ പരിശോധനാ ക്യാമ്പ് എന്ന സവിശേഷതയോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞയാഴ്ച സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ 120ഓളം പേരെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കി. അത്യാധുനിക AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള പരിശോധനയും ക്യാമ്പിന്റെ ഭാഗമായി നടന്നിരുന്നു. തുടർച്ചയായ പരിശീലന പരിപാടികൾ ഈ പദ്ധതിയുടെ ഭാഗമായി വരും ദിവസങ്ങളിലും വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കും. വിപുലമായ ബോധവൽക്കരണ ക്ലാസുകളും പ്രായോഗിക പരിശീലനവും നൽകുന്നതാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാൻ ഓരോ വിദ്യാർത്ഥിയെയും പ്രാപ്തരാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പാരാ റെസ്ക്യൂ ഓഫീസർമാരായ വിജു, വിജേഷ്, ഷെഫീഖ് എന്നിവർ ചേർന്ന ആദ്യഘട്ട CPR പരിശീലനത്തിന് നേതൃത്വം നൽകി. പ്രോജക്ട് ഹെഡും മുൻ നഗരസഭാ കൗൺസിലറും സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ ജോയൽ മഞ്ഞിലയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് P ശങ്കുണ്ണി, എക്സിക്യൂട്ടീവ് അംഗം രവീന്ദ്രൻ ചൊഴിയാട്ടിൽ, സർവോദയം സ്കൂൾ മാനേജർ ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു AI സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹാർട്ട് സ്ക്രീൻ ചെയ്യുന്ന ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. ഹൃദയതാളം എന്നാണ് നമ്മുടെ പദ്ധതിയുടെ പേര്. കഴിഞ്ഞ ആഴ്ച ഫെബ്രുവരി 8-ാം തീയതി 120ഓളം പേഷ്യൻസിനെ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ കഴിഞ്ഞു. അതിൽ 20 പേർക്ക് ECG എടുക്കാൻ കഴിഞ്ഞു. കാർഡിയക് ഇഷ്യൂസ് ഉള്ള 5 പേരെ നമുക്ക് എക്കോയും ഫർദർ വിദഗ്ധ ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടി അവരെ റെഫർ ചെയ്യാനും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഹൃദയതാളം പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ കുട്ടികൾക്ക് CPR ട്രെയിനിങ് നൽകുന്ന ഒരു കാര്യം കൂടെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് സർവോദയം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് വടക്കാഞ്ചേരി ഫയർഫോഴ്സ് അധികൃതരുടെ സഹായത്തോടു കൂടി മുഴുവൻ കുട്ടികൾക്കും നമ്മൾ CPR ട്രെയിനിങ് നൽകുകയാണ്. ഈ സ്കൂളിൽ മാത്രമല്ല, തുടർന്ന് വടക്കാഞ്ചേരിയിലും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായ അസുഖമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കുഴഞ്ഞു വീഴുന്നൊരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ CPR കൊടുക്കണമെന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷണലിന് മാത്രമല്ല CPR കൊടുക്കാൻ കഴിയുക, ഏതൊരു സാധാരണക്കാരനും കഴിയും. വളർന്നു വരുന്ന കുട്ടികൾക്ക് അതറിയണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾക്ക് CPR ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നത്.